പ്രതിപക്ഷം കോടതിയിൽ പോയിട്ടുണ്ട്. തോട്ടപ്പള്ളി മണൽവാരൽ വിജിലൻസ് കോടതി തള്ളി. ബ്രൂവറി ആരോപണം ഹൈക്കോടതി തള്ളി. ഇ.പി. ജയരാജന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസ് എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കി. പ്രിയപ്പെട്ട മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തോട്ടന്റെ ഇടപാടിൽ അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ കേസ് തള്ളി. മുൻ മന്ത്രി ശ്രീ എം മണി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് പ്രളയമുണ്ടായത് എന്ന് പറഞ്ഞു കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളി. CMDRF-ൽ ക്രമക്കേട് എന്ന് പറഞ്ഞു കൊടുത്ത ഹർജി ലോകായുക്ത തള്ളി. ബഹുമാനപ്പെട്ട മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ PPE കോവിഡ് കിറ്റ് വാങ്ങുന്നതിൽ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ കേസ് ആ കേസും ലോകായുക്ത തള്ളി. K-ഫോൺ അഴിമതിയാണ് എന്ന് പറഞ്ഞു കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളി. AI ക്യാമറ സ്ഥാപിച്ചതിനെതിരായി കൊടുത്ത കേസ് തള്ളി. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് ഒരു കോടതിക്ക് പറയേണ്ടി വന്നു. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടിതാ ഏറ്റവും ഒടുവിൽ ആരോഗ്യ സംബന്ധമായ ഡാറ്റ മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റ് സ്പ്രിംഗ്ലർ കമ്പനിക്ക് വിറ്റു, കോടികൾ കൈപ്പറ്റി, പിണറായി വിജയൻ കമ്മീഷൻ കൈപ്പറ്റി എന്ന് പറഞ്ഞ് വലിയ തോതിൽ കൊട്ടിഘോഷിച്ച ആ കേസും ഹൈക്കോടതി തള്ളുകയുണ്ടായി. ഇവിടെ കേരളത്തിന്റെ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ പ്രതിപക്ഷമായിട്ടല്ല, കേരളത്തിലെ ആകെ ജനങ്ങളുടെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഈ നിലയിൽ എല്ലാ മേഖലയിലും മാറ്റമുണ്ടാക്കി, നേട്ടമുണ്ടാക്കി, മുന്നേറ്റമുണ്ടാക്കി പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 30 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് വട്ടപൂജ്യമായി നിലനിന്നപ്പോ 25 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ DYFI 1000 വീടിനുള്ള സംഖ്യ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇന്ത്യയിലെ 100 വീടിനുള്ള സംഖ്യ മുഖ്യമന്ത്രിക്ക് കൈമാറി. രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ യുവജന പ്രസ്ഥാനമായി മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലാണ് കേരളം ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് കൂടി നാം കാണണം. ന്യൂ നോർമൽ ബഡ്ജറ്റ് എന്ന ഒരു പുതിയ ടെർമിനോളജി ബഡ്ജറ്റിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുകയും പ്രായോഗികവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളെ മാത്രം പറയുകയും പറയുന്നത് പൂർണ്ണമായും നടപ്പാക്കുകയും ചെയ്യുന്ന ബജറ്റാണ് എന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ജനകീയ ജനക്ഷേമ ബഡ്ജറ്റ് 2026-ൽ നമ്മുടെ കേരളത്തിന് അഭിമാനകരമായ നിലയിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബജറ്റ് 3ാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റാണ്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും സാമൂഹ്യമായി പുറന്തള്ളുന്ന ബജറ്റാണതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനാകും. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, വികസിത ഭാരത്, സാമ്പത്തിക വളർച്ച എന്നൊക്കെ പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നാം കാണുന്നു. രൂപയുടെ മൂല്യം ഡോളറിന് തുല്യമാക്കുമെന്ന് പറഞ്ഞവർ ആ കാര്യം ഇപ്പോൾ മിണ്ടുന്നേയില്ല. എയിംസ് എന്ന പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ അതിനെ സംബന്ധിച്ചും ഇപ്പോൾ പറയുന്നില്ല. യുവശക്തി ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യുവാക്കൾക്ക് ഒന്നും പ്രതീക്ഷ നൽകുന്നതല്ല രാജ്യത്തെ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളം സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടും ശബരി റെയിൽപാതയെക്കുറിച്ച് ബഡ്ജറ്റിൽ ഒന്നും പറഞ്ഞില്ല. പകരം കടലാമ സംരക്ഷണ പദ്ധതിയിലാണ് കേരളത്തെ ഉൾപ്പെടുത്തിയത്. കൂടാതെ കേരളത്തിന്റെ അപൂർവ ധാതു സമ്പത്ത് ഖനനം ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച ധാതു ഇടനാഴിയിലും ബ്ലൂ ഇക്കോണമിയിലും ഉൾപ്പെടുത്തിയത് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് എന്നുകൂടി നാം കാണുകയാണ്. രാജ്യത്ത് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനാകാത്തതിനാൽ ആ അജണ്ട ഒളിച്ചു കടത്തുന്നതായി SIR മാറുന്നുണ്ട് എന്ന് പരക്കെ ആക്ഷേപമുയരുകയാണ്. പൗരന്മാരെ പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്ന കാലത്ത് നേറ്റിവിറ്റി കാർഡിന് 20 കോടി രൂപ അനുവദിച്ച് നീക്കിവെച്ച് കേരളം മാതൃക കാണിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബജറ്റിന്റെ തൊട്ടു മുമ്പ് മന്ത്രിസഭാ യോഗം ചേർന്ന് മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സാമൂഹിക സുരക്ഷാ പദ്ധതി ആനുകൂല്യം ഉറപ്പാക്കുകയുണ്ടായി. നീതി, സമത്വം, സാമൂഹിക സുരക്ഷ എന്നീ മൂല്യങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയാണ്, സ്ത്രീകളുടെ അർഹതയും അന്തസ്സും അംഗീകരിക്കലാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രതിപക്ഷം കോടതിയിൽ പോയിട്ടുണ്ട്. തോട്ടപ്പള്ളി മണൽവാരൽ വിജിലൻസ് കോടതി തള്ളി. ബ്രൂവറി ആരോപണം ഹൈക്കോടതി തള്ളി. ഇ.പി. ജയരാജന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസ് എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കി. പ്രിയപ്പെട്ട മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തോട്ടന്റെ ഇടപാടിൽ അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ കേസ് തള്ളി.
മുൻ മന്ത്രി ശ്രീ എം എം മണി ഡാം തുറന്നു വിട്ടത് കൊണ്ടാണ് പ്രളയമുണ്ടായത് എന്ന് പറഞ്ഞു കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളി. CMDRF-ൽ ക്രമക്കേട് എന്ന് പറഞ്ഞു കൊടുത്ത ഹർജി ലോകായുക്ത തള്ളി. ബഹുമാനപ്പെട്ട മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ PPE കോവിഡ് കിറ്റ് വാങ്ങുന്നതിൽ അഴിമതി നടത്തി എന്ന് പറഞ്ഞ കേസ് ആ കേസും ലോകായുക്ത തള്ളി. ഫോൺ അഴിമതിയാണ് എന്ന് പറഞ്ഞു കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളി. AI ക്യാമറ സ്ഥാപിച്ചതിനെതിരായി കൊടുത്ത കേസ് തള്ളി. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് ഒരു കോടതിക്ക് പറയേണ്ടി വന്നു. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടിതാ ഏറ്റവും ഒടുവിൽ ആരോഗ്യ സംബന്ധമായ ഡാറ്റ മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റ് സ്പ്രിംഗ്ലർ കമ്പനിക്ക് വിറ്റു, കോടികൾ കൈപ്പറ്റി, പിണറായി വിജയൻ കമ്മീഷൻ കൈപ്പറ്റി എന്ന് പറഞ്ഞ് വലിയ തോതിൽ കൊട്ടിഘോഷിച്ച ആ കേസും ഹൈക്കോടതി തള്ളുകയുണ്ടായി. ഇവിടെ കേരളത്തിന്റെ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ പ്രതിപക്ഷമായിട്ടല്ല, കേരളത്തിലെ ആകെ ജനങ്ങളുടെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഈ നിലയിൽ എല്ലാ മേഖലയിലും മാറ്റമുണ്ടാക്കി, നേട്ടമുണ്ടാക്കി, മുന്നേറ്റമുണ്ടാക്കി പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോ അവരുടെ കടബാധ്യത ഏറ്റെടുക്കാൻ യഥാർത്ഥത്തിൽ തയ്യാറാകേണ്ടിയിരുന്നത് രാജ്യത്തെ ഗവൺമെന്റ് ആയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അവിടെ നിന്ന് ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർ എടുത്ത വായ്പ സ്വാഭാവികമായും എഴുതി തള്ളപ്പെടും. ഹൈക്കോടതി പറഞ്ഞിട്ടും കൃത്യമായ ഉത്തരം നൽകാതെ ഒടുവിൽ നിയമം അമെൻഡ് ചെയ്ത് ആ ഗുണം നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ലഭിക്കാതിരിക്കാനുള്ള നടപടിയാണ്. കണ്ണിൽ ചോരയില്ലാത്ത സമീപനമാണ് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ചത്. അവരെ കേരളം ചേർത്ത് പിടിച്ചു. 18,75,00,000 രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കടബാധ്യത ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത മന്ത്രിസഭയാണ് കേരളത്തിലേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 30 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് വട്ടപൂജ്യമായി നിലനിന്നപ്പോ 25 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ DYFI 1000 വീടിനുള്ള സംഖ്യ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇന്ത്യയിലെ 100 വീടിനുള്ള സംഖ്യ മുഖ്യമന്ത്രിക്ക് കൈമാറി. രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ യുവജന പ്രസ്ഥാനമായി മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലാണ് കേരളം ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് കൂടി നാം കാണണം. UPക്ക് കൊടുക്കുന്നത് 17.619%. കേരളത്തിന് സമാനമായ ജനസംഖ്യയുള്ള ആസാമിന് കൊടുക്കുന്നത് 3.258%. കേരളത്തിന് ഇപ്പോഴും 2.382% മാത്രം. 7 അതിവേഗ റെയിൽ ഇടനാഴി രാജ്യത്ത് പ്രഖ്യാപിച്ചപ്പോ ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന കേരളത്തിന് വട്ടപൂജ്യമാണ് എന്ന് നാം വീണ്ടും കാണേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ സംസ്ഥാനത്താകെ നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ ഒറ്റപ്പാലം മണ്ഡലത്തിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഇലക്ട്രിക്കൽ ബ്ലോക്കും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഘട്ടത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ 13 കോടി രൂപയുടെ പുതിയ OP ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം ഈ ഭരണകാലത്താണ് നിർവഹിക്കപ്പെട്ടത്. അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡ്, ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡ് എന്നിവയുടെ യാഥാർത്ഥ്യമാക്കൽ ഈ കാലഘട്ടത്തിലുണ്ടായി. 2ാം ഘട്ടം വർക്ക് നടക്കുകയാണ്. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ പ്രവൃത്തിയും വേഗതയിൽ പുരോഗമിക്കുകയാണ്. ഈ ബജറ്റിൽ ഒറ്റപ്പാലം സാംസ്കാരിക നിലയത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ 1 കോടി, കേന്ദ്രീയ വിദ്യാലയം മൂർക്കങ്കാട് കൈതപ്പാലം പല്ലാർമംഗലം റോഡ് നിർമ്മാണവും നവീകരണവുമായി 1 കോടി, വരോഡ് ഹെൽത്ത് സെന്ററിന് 1/2 കോടി, ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടത്തിന് 1.5 കോടി, പുലാപ്പറ്റ തോട്ടുപാലം അരികുഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിന് 1 കോടി രൂപ, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ സാംസ്കാരിക നിലയം പണി കഴിപ്പിക്കുന്നതിന് 1.5 കോടി രൂപ, അമ്പലപ്പാറ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണത്തിന് 1.5 കോടി രൂപ, കടമ്പഴിപ്പുറം CHCക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി, അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് 1.5 കോടി, ലക്കിടിപ്പേരൂർ 2ാം വില്ലേജ് മുതൽ അകലൂർക്കാവ് റോഡ് വരെ കനാൽ ലിങ്ക് റോഡിന് 1 കോടി എന്നിങ്ങനെ നാടിന്റെ സുപ്രധാനമായ ആവശ്യങ്ങൾക്കെല്ലാം സംഖ്യ നീക്കിവെച്ച ഒരു ബജറ്റാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഈ ഗവൺമെന്റ് വ്യവസായ വകുപ്പ് അനുവദിക്കാൻ തീരുമാനിച്ചപ്പോ 4 സ്വകാര്യ വ്യവസായ പാർക്കുകൾ മണ്ഡലത്തിൽ മാത്രമായി ആരംഭിക്കാൻ സാധിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്കിന് ഏതാനും ആഴ്ച മുമ്പാണ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അതിന് തറക്കല്ലിട്ട് അഭിമാനകരമായ നിലയിൽ തുടക്കം കുറിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം 10 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലത്ത് കായിക വകുപ്പ് മന്ത്രി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി പണി പുരോഗമിക്കുകയാണ്. കളിസ്ഥലങ്ങൾ 9 കളിസ്ഥലങ്ങളിൽ 4 പൂർത്തീകരിച്ച്
ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാവുന്ന നിലയിലേക്ക് നമ്മുടെ നാടിന്റെ വിവിധങ്ങളായ മേഖലകളിൽ നല്ല നിലയിലുള്ള വളർച്ചയും മുന്നേറ്റവും നടത്താൻ നമുക്ക് കഴിയുന്നു എന്നത് അഭിമാനകരമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ചേർത്ത് പിടിച്ച മേഖലയാണ് KSRTC. പ്രയാസങ്ങളേറെ ഉണ്ടായപ്പോഴും പൊതുഗതാഗത സംവിധാനത്തെ ഒരു നിലയിലും ദുർബലപ്പെടുത്തുകയല്ല, അതിനാവശ്യമായ ഫണ്ട് പൂർണ്ണമായും നൽകി അഭിമാനകരമായ നിലയിൽ കേരളം സംരക്ഷിച്ചു. എന്നാൽ KSRTC-യിൽ പെൻഷൻ പറ്റിയ 42,000-ഓളം വരുന്ന മനുഷ്യരുണ്ട്. അവരുടെ കൂടി പെൻഷൻ പരിഷ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാലോചിതമായ നടപടി സ്വാഭാവികമായും ഈ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത അത് പൂർണ്ണമായും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിന്റെ ഭാഗമായി സ്വീകരിച്ചു. എന്നാൽ അതിൽ KSRTC-യെ കൂടി, ആ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഷെൽട്ടർ ഹോമുകളുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോമുകൾ. 1994-ൽ ആരംഭിച്ചതാണ് ഈ ഷെൽട്ടർ ഹോമുകൾ. അവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളം 94-ൽ നിന്നും ഇതുവരെ ഒരു സംഖ്യ പോലും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതായിരിക്കാം. ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കുക്ക്, പ്യൂൺ, വാച്ച്മാൻ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം 5,500 രൂപയാണ്. ഒട്ടും കാലോചിതമല്ലാതെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി നല്ല നിലയിൽ ചേർത്ത് പിടിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സർക്കാർ ഗ്രാന്റാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം അടിത്തറയായി നിൽക്കുന്നത്. ആ ഗ്രാന്റ് കാലോചിതമായി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന പ്രതീക്ഷ കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ നാടിന് കരുത്തായി നിന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വാഭാവികമായും തുടർന്ന് വീണ്ടും സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്ന എല്ലാ നിലയിലുമുള്ള പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ട് തികച്ചും പ്രായോഗികമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. നല്ലത് തുടരട്ടെ, നാട് മുന്നേറട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.